WB ഇപ്പോൾ ഗോഡ്സില്ല എക്സ് കോങ്ങിൻ്റെ ഒരുപാട് TV സ്പോട്ടും ട്രെയിലേഴ്സും ഒക്കെ അടുക്കി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയതിൽ സ്കില്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു എട്ടുകാലി ഞണ്ട് പോലത്തുള്ള ഒരു ജീവിയും നമ്മുടെ ഗോഡ്സിലി തമ്മിലുള്ളൊരു ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും എന്തിന് ഇവർ ഫൈറ്റ് ചെയ്യണം. കാരണം ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്ററിൽ തന്നെ ഗിഡോറേനെ തട്ടിക്കളഞ്ഞതിന് ശേഷം ഗോഡ്സില്ല ഒരു ആൽഫയായിട്ട് ഈ സ്കില്ല് ഗോഡ്സില്ല അംഗീകരിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ കിങ് ആയിട്ടുള്ള ഈ ഗോഡ്സിലായിട്ട് എന്തിന് ഈ സ്കില്ല ഫൈറ്റിന് വരണം? ആക്ച്വലി അതിന് റീസൺ രണ്ട് കോമിക്കുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ഗോഡ്സില്ല ബിയോണ്ട് എന്ന് പറയുന്ന ഒരു കോമിക്കിലാണ്. കഥ നടക്കുന്നത് നമ്മുടെ ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്ററിന് ശേഷം ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന് മുമ്പാണ്. അതായത് നമ്മുടെ ഗോഡ്സില്ല കിങ് ആയി മാറിയതിന് ശേഷം പുള്ളിയുടെ ടെറിട്ടറീസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി പോകും. അതേപോലെ തന്നെ ഈ ടൈറ്റൻസ് തന്നെ ഓഫ്കോഴ്സ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്കില്ല എന്ന് പറയുന്നത് ഒരു ഞണ്ട് പോലത്തെ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനധികം കടലിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹോളോ എർത്തിലേക്ക് അപ്പോൾ പോയി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹോളോ എർത്തിലുള്ള റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്കില്ല എന്താക്കും, മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടലിൻ്റെ അടിയിലുള്ള ഒരുപാട് ന്യൂക്ലിയർ പ്ലാന്റ്സും ന്യൂക്ലിയർ ബോംബ്സും ഒക്കെ ഇത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ അതൊക്കെ നല്ല കാര്യമല്ലേന്ന്, ന്യൂക്ലിയർ പ്ലാന്റ്സ് ഒക്കെ ഇല്ലാതാക്കുന്നത്. പക്ഷെ അല്ല, ഇത് കടലിൽ നിന്ന് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കുമ്പോൾ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ എൻവയോൺമെൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഒരുപാട് ജീവികളും മീനുകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങും. അങ്ങനെ ഇത്രയും ഒരു എൻവയോൺമെൻറ്റിന് പ്രോബ്ലം വരുമ്പോൾ നേച്ചറാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾ ഗോഡ്സിലേക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനെ ഇവനെ എതിർക്കാൻ വേണ്ടി വരും. ഇവനാണെങ്കിലോ ഫുഡ് കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഗോഡ്സിലായിട്ടും തല്ലിന് പോകും. അങ്ങനെ ആദ്യത്തെ ഫൈറ്റിൽ ഗോഡ്സില്ല ഈ സ്കില്ലനെ ചവിട്ടി ചുമരി കയറ്റിയിട്ട് ഏതാണ്ട് കത്തിച്ച് കൊല്ലാരാക്കിയിട്ടുണ്ടാവും. കൊന്നിട്ടുണ്ടാവില്ല. പിന്നെ ഏതാണ്ട് തീയൊക്കെ പിടിച്ചിട്ട് അവസാനം അതിനെ കടലിലേക്ക് എടുത്ത് വലിച്ചെറിയുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവുക. അത് ജീവനം കൊണ്ട് ഓടുന്ന പോലെയും. അതിനുശേഷമാണ് നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ് നടക്കുന്നതൊക്കെ. അതിനുശേഷം ബേണി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഗോഡ്സില്ലിനെ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് പുള്ളി കണ്ടുപിടിക്കുന്നത്, അതായത് ഈ ഗോഡ്സില്ല ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നത്, അതായത് നമ്മുടെ ഇന്ത്യൻ സൈഡിലേക്ക് വരുന്നതായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് സ്കില്ല ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതും തമിഴ്നാട്ടിലുള്ള കൂടംകുളം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തമിഴ്നാട്ടിൽ അതും കൂടംകുളത്ത് എന്താണെന്നല്ലേ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണുള്ളത്. പക്ഷെ അത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോഡ്സില്ല അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ മൊത്തം ന്യൂക്ലിയർ പവർ പ്ലാന്റ് അടിച്ച് തകർത്ത് ആ സ്ഥലം ആ കൂടംകുളം എന്ന് പറയുന്ന സ്ഥലം മൊത്തം തന്നെ നശിപ്പിച്ച് സ്കില്ല അതിൻ്റെ വായന യൂസ് ചെയ്യുന്ന എന്തൊരു പുക പോലത്തെ സാധനം യൂസ് ചെയ്തിട്ട് ആ മൊത്തം റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് ആ സ്ഥലത്ത് നമ്മുടെ ഗോഡ്സില്ല വന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പോകുന്നത്. പോകാനല്ലേ പറ്റൂ, വേറെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതേസമയം ഈ ബേണി ഈ സ്കില്ല യുണൈറ്റഡ് കിങ്ഡമിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അതിൻ്റെ പിന്നാലെ നമ്മുടെ ഗോഡ്സില്ല പോകുന്നതായിട്ടു. പക്ഷെ അപ്പോഴും ഗോഡ്സില്ല വരുന്നതിന് മുമ്പ് തന്നെ ആ മൊത്തം സ്ഥലം അടിച്ച് തകർത്ത് സ്കില്ല അവിടെയുള്ള മൊത്തം റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ സ്കില്ല ഇങ്ങനെ ഭയങ്കര പ്ലാനിങ്ങോടെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ട് അപ്പോഴാണ് ബേണിക്ക് ഒരു ഡൗട്ട് അടിക്കുന്നത്. അതായത് ഇത് ശരിക്കും ഇതിൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഗോഡ്സില്ലായിട്ടുള്ളൊരു ഫൈറ്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇപ്പോൾ 2-3 പ്രാവശ്യവും നമ്മുടെ സ്കില്ല ഗോഡ്സില്ലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്രാവശ്യവും സ്കില്ല വരാൻ ചാൻസ് ഉള്ള ഇറ്റലിയിലുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഗോഡ്സില്ല. എന്നിട്ട് അതിന് പുറത്ത് വരാതെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് ആശയം. അങ്ങനെ ആ ടൈമിലാണ് സ്കില്ല വന്നിട്ട് റോം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം തന്നെ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് വന്നിട്ട് നീ വരുമെന്ന് എനിക്ക് ആരാടാ കള്ളപ്പന്നി എന്ന് പറഞ്ഞിട്ട് ഈ സ്കില്ലുമായിട്ട് ഫൈറ്റിന് വരുന്നത്. അങ്ങനെ അവിടെ ആ ഫൈറ്റ് നടക്കുന്ന ആ കാണിച്ചുകൊണ്ടായിരിക്കും ആ കോമിക്ക് എൻഡായിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിലായിരിക്കും നിങ്ങൾ ആ TV സ്പോട്ടും കണ്ടിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തിനാണ് ഈ സ്കില്ല് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും ഇതിൻ്റെ അവസാനം എന്തായി നോക്കോ ആ പടം വന്നാൽ നമുക്കറിയാം. ഇപ്പോൾ റീസണാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഫൈറ്റ് ഉണ്ടാവാനുള്ള കാരണം.